എല്ലാവർക്കും നമസ്കാരം. ഏവരെയും തൊടുകുറി ശാസ്ത്രത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ തൊടുകുറി വിശകലനത്തിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ ചിത്രം ശ്രീ ആറ്റുകാൽ ഭഗവതിയുടെയാണ്. രണ്ടാമത്തെ ചിത്രം സാക്ഷാൽ പരമശിവൻ്റേതും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്കിതിൽ നിന്നും ഒരു ചിത്രമോ അല്ലെങ്കിൽ ആ ചിത്രത്തോട് ചേർത്ത് എഴുതിയിരിക്കുന്ന ആ ഒരു നമ്പറോ തിരഞ്ഞെടുക്കാം. ഇപ്രകാരം നിങ്ങൾ ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ അഭിഷ്ടപ്രകാരമുള്ള ആ ഒരു സെലക്ഷനും അതിനെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ചില സംഭവ വികാസങ്ങളും അങ്ങോട്ട് പറയുന്നതായിരിക്കും. ഈ സംഭവ വികാസങ്ങളിൽ എല്ലാം നടന്നില്ലെങ്കിൽ പോലും ചിലത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നടക്കും. പറയാൻ കാരണം, നിങ്ങളുടെ അവിടുത്തെ ആ ജീവിത സാഹചര്യം എങ്ങനെയുള്ളതാണോ അങ്ങനെയുള്ള സംഭവ വികാസങ്ങളായിരിക്കും നിങ്ങൾക്ക് സംഭവിക്കുക. അതായത് നിങ്ങളുടെ ജീവിത പശ്ചാത്തലത്തിൽ നിങ്ങൾ ഇടപെടുന്ന മേഖല അതേതാണോ ആ മേഖലയിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ അതിനനുസൃതമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കേൾക്കുന്ന നിങ്ങൾ സ്വദേശത്തോ അല്ലെങ്കിൽ വിദേശത്തോ എന്നുള്ള ആ ഒരു വ്യത്യാസമില്ല. എവിടെയാണെങ്കിലും ഇതിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ യാതൊരു വ്യത്യാസവുമില്ലാതെ അങ്ങനെ തന്നെയോ അല്ലെങ്കിൽ ഇതുമായി സാമ്യമുള്ള മറ്റ് അവസ്ഥാന്തരങ്ങളുമായിട്ടും നിങ്ങൾക്ക് സംഭവിച്ചേക്കും. ഈ പറഞ്ഞതിൽ യാതൊരു തർക്കവുമില്ല. ഇനി അടുത്ത പടിയായി നിങ്ങളുടെ മനസ്സ് പറയുന്ന ഒരു ചിത്രം നിങ്ങൾ ഇതിൽ നിന്നും തിരഞ്ഞെടുക്കുക. വെറുതെ ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുത്താൽ പോരാ. നിങ്ങളുടെ മനസ്സിലെ ഇപ്പോഴത്തെ ആ ഒരു സങ്കടം അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ആഴത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന ആ പ്രശ്നങ്ങൾ അത് ഇല്ലായ്മ ചെയ്യാൻ പര്യാപ്തമായിട്ടുള്ള ദൈവിക ശക്തി ഇതിലേതാണ് എന്നാണ് നിങ്ങൾ കാണുന്നത്. ആ ശക്തിയെ നിങ്ങൾ നന്നായിട്ട് മനസ്സിൽ ഉറപ്പിച്ചു വേണം ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കുവാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ചിത്രം തിരഞ്ഞെടുക്കുന്നതിന് തൊട്ട് മുൻപായി ഒന്ന് ആത്മാർത്ഥമായി മനസ്സിരുത്തി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കുവാൻ. അതിനോടൊപ്പം ആ പ്രാർത്ഥന നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുമാകാം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ആ സമയം ഒരല്പം സമാധാനം ലഭിക്കുകയും അതിനോടൊപ്പം എനിക്ക് ആ പ്രാർത്ഥനകൾ പൂജയിലേക്ക് ഉൾപ്പെടുത്താനും സാധിക്കും. അപ്പോൾ ഇത്രയും സമയം കൊണ്ട് ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ ഉറപ്പായിട്ടും തിരഞ്ഞെടുത്തിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഏറ്റവും ആദ്യം ഫലം പറയുന്നത് ആറ്റുകാൽ ഭഗവതിയുടെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ തൊടുകുറി ഫലം പറയാൻ പോകുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് സർവാഭിഷ്ടങ്ങളും സാധിച്ചു തരുന്ന ഐശ്വര്യധാനിയായ ആറ്റുകാൽ അമ്മയെയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ പ്രധാന സങ്കടം നിങ്ങൾ പറയാതെ തന്നെ അമ്മയ്ക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ വരും ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ പോയാലും ശരി ഇല്ലെങ്കിലും ശരി, പൊങ്കാല ഇട്ടാലും ശരി ഇല്ലെങ്കിലും ശരി, നിങ്ങളുടെ പ്രാർത്ഥന ഭഗവതി ഉറപ്പായിട്ടും സ്വീകരിച്ചിരിക്കും. പറയാൻ കാരണം, നിങ്ങൾ ആറ്റുകാലമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണാനും ഇതിൽ പങ്കെടുക്കാനും കാരണം. എന്നാൽ എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചില പ്രശ്നങ്ങളും വ്യാധികളും എല്ലാം വന്നു ചേരുന്നു എന്ന് ചോദിച്ചാൽ, അതിനിവിടെ തൊടുകുറി ശാസ്ത്ര ഫലപ്രകാരം പറയാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ചില ന്യൂനതകളുണ്ട്. ഇത് നിങ്ങളുടെ ദൃഷ്ടിയിൽ കണ്ടുപിടിക്കാൻ അത്ര പെട്ടെന്ന് സാധ്യവുമല്ല. എന്നാൽ മറ്റൊരാൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇത് വ്യക്തമായി അയാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ടാണ് ഞാനിവിടെ ഇത് പറയാൻ പോകുന്നത്. നിങ്ങളുടെ ഏറ്റവും വലിയ ന്യൂനത എന്നത് എല്ലാവരെയും നിങ്ങൾ പെട്ടെന്ന് വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നു. ഇതിപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്ത് വലയത്തിലും ആയിക്കോട്ടെ. പക്ഷേ ഈ പറഞ്ഞവരിൽ നിന്നും തിരിച്ച് നിങ്ങൾക്ക് കിട്ടുന്നത് പഴിചാരലുകളും ഒറ്റപ്പെടുത്തലുകളും മാത്രമാണ്. ഇത് നിങ്ങൾ അറിയുന്നില്ലേ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായി നിങ്ങൾ അറിയുന്നില്ലെങ്കിലും ഭാഗികമായിട്ടാണെങ്കിൽ പോലും നിങ്ങൾ ഇത് മനസ്സിലാക്കുന്നുണ്ട്. പറയാൻ കാരണം, ഞാൻ ഇത്രയൊക്കെ ഇവർക്ക് ചെയ്തിട്ടും എനിക്കെന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാൽ ഈ ഒരു ചോദ്യം നിങ്ങളോട് തന്നെ ഇടയ്ക്കിടെ സ്വയം ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കാറുണ്ടെങ്കിലും ഇതിന് ശാശ്വതമായിട്ടുള്ളൊരു ഉത്തരം നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഉരുത്തിരിഞ്ഞു വരാറുമില്ല. ഇവിടെയാണ് നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്നത്. മാത്രവുമല്ല, പലപ്പോഴും സാമ്പത്തികമായ കാര്യങ്ങളിൽ നിങ്ങൾ കണക്ക് കൂട്ടുന്നത് പോലെയല്ല കാര്യങ്ങൾ നീങ്ങുന്നത്. എന്നാൽ നിങ്ങളുടെ കയ്യിലേക്ക് പണം വരുന്നില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വരുന്നുണ്ട്. പക്ഷേ ആ വന്ന പണം വന്ന വഴി അറിയാതെ അത് ചോർന്നു പോകുന്നു. ഇതാണ് ഇതിൻ്റെ ആ ഒരു വാസ്തവം.
അപ്പോൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളിലാണ് നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്നത്. അതായത് ഈ പറഞ്ഞാൽ ഒന്നാമത്തേത്, നിങ്ങൾ സഹായിച്ച ആളുകളിൽ നിന്നും നിങ്ങൾക്ക് പ്രത്യുപകാരത്തിന് പകരം പുച്ഛമാണ് അല്ലെങ്കിൽ പരിഹാസമാണ് അവരിൽ നിന്നും പ്രതിഫലമായി ലഭിക്കുന്നത്. രണ്ടാമത്തേത്, സാമ്പത്തികമായി തകർന്ന അവസ്ഥ. അതായത് പണം അല്പം കയ്യിൽ വന്നാലും വരുന്നതിനേക്കാൾ ഇരട്ടി ചിലവുകൾ അനുഭവപ്പെടുക. ഇങ്ങനെ ഈ സാഹചര്യങ്ങൾ കൂടിയാണ് നിങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇനി സംഭവിക്കാൻ പോകുന്നത്, ഈ വരുന്ന പൊങ്കാല നാളുകൾ നിങ്ങളുടെ ജീവിതത്തിലെ വഴിത്തിരിവാണ്. അതായത് ജീവിതത്തിലെ ഏറ്റവും ദുർഘടമായ ദിവസങ്ങൾ ഇപ്പോൾ നിങ്ങൾ തരണം ചെയ്തിരിക്കുകയാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി ആശ്വാസത്തിൻ്റെ ദിനങ്ങളാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ചിത്രം തിരഞ്ഞെടുക്കാനും ഈ തൊടുകുറി ഫലങ്ങൾ ഇവിടെ ശ്രദ്ധയോടെ കേൾക്കാനും ഇടയായത്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ നിങ്ങളെ ചതിച്ചവർക്കോ അല്ലെങ്കിൽ തഴഞ്ഞവർക്കോ മുൻപിൽ തികഞ്ഞ ആത്മാഭിമാനത്തോടെ നിൽക്കുന്ന ആ ഒരു സാഹചര്യം ഉടൻ വന്നു ചേരുന്നതായിരിക്കും. മാത്രവുമല്ല, കുടുംബത്തിൽ നിലനിന്നിരുന്ന കലുഷിതമായ അന്തരീക്ഷം മാറി ഒരു ശാന്തത ഉറപ്പായിട്ടും നിങ്ങൾക്ക് കൈവന്നിരിക്കും. അതിനാൽ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാനാകുന്നത്, ആറ്റുകാൽ ഭഗവതിയെ മനസ്സുരുകി പ്രാർത്ഥിക്കുക. സാധിക്കുമെങ്കിൽ പൊങ്കാല ഭഗവതിക്ക് സമർപ്പിക്കാനും മറക്കരുത്. ഇത് പറയാൻ കാരണം, ആറ്റുകാൽ അമ്മയുടെ തിരുമുൻപിൽ നിങ്ങൾ അർപ്പിക്കുന്ന ആ പൊങ്കാല പോലെ നിങ്ങളുടെ ജീവിതത്തിലെ സകല സങ്കടങ്ങളും വെന്തുരുകി ഇല്ലാതാകാൻ ഈ പൊങ്കാല നിങ്ങൾക്ക് ഒരു കാരണമായേക്കും. അമ്മ നിങ്ങളെ കൈവിടില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഇരുന്ന് ഇത് സസൂക്ഷ്മം കേൾക്കാനിടയായത്. കൂടാതെ നിങ്ങളുടെയും നിങ്ങളുടെ വീട്ടിലുള്ളവരുടെയും പേരും ജന്മനക്ഷത്രവും താഴെ കമൻറ്റ് ബോക്സിൽ തന്നാൽ അത് പൂജയിൽ ഉൾപ്പെടുത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇനി അടുത്തത് രണ്ടാമത്തെ ചിത്രമായ പരമശിവൻ്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് എന്നത് 100% വ്യക്തമാണ്. പറയാൻ കാരണം, ഇവിടെ തൊടുകുറിയിൽ തെളിയുന്നത് പ്രകാരം നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം എന്തെന്നാൽ അനാവശ്യമായ ഭയവും ആകുലതയുമാണ്. അതായത് നാളെ എന്ത് സംഭവിക്കും എന്ന ആ ഒരു പേടി കാരണം ഇന്നത്തെ സന്തോഷം കൂടി നിങ്ങൾ കളഞ്ഞു കുളിക്കുകയാണ്. ഒരു പക്ഷേ ഇത് ചിലരിൽ നാളെ എന്താകുമെന്നുള്ള ഭയത്തിന് പകരം ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരു ഫുൾഫിൽനെസ് ഇല്ലായ്മ, അതായത് ഒരു പരിപൂർണത നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. മാത്രവുമല്ല, കഠിനാധ്വാനം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ്, പക്ഷേ ശരിയായൊരു വഴി കാണിച്ചു തരാൻ ആരുമില്ല എന്ന ആ ഒരു തോന്നൽ നിങ്ങളെ തളർത്തുന്നു. ഇത് ഈ പറഞ്ഞത് തൊടുകുറി ഫലങ്ങൾ പ്രകാരം വ്യക്തമായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയാൻ മറ്റുള്ളവർ തയ്യാറാകുന്നില്ല. ഈ പറഞ്ഞതും നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും തീർച്ചയായും നിങ്ങൾക്ക് ആശ്വാസത്തിന് വകയുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ അന്തിമമായി ഫലം പറയാനുള്ളത്. കാരണം നിങ്ങളെ സംബന്ധിച്ച് ഇനി നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്, എത്രയൊക്കെ തടസ്സങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടും അല്ലെങ്കിൽ എത്രയധികം ജീവിത ദുരിതങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ ഭഗവാനെ ഒരു സമയത്തും തള്ളിപ്പറഞ്ഞിട്ടില്ല. അതായത് എന്തുകൊണ്ട് എനിക്ക് ഭഗവാൻ അനുഗ്രഹം തരാത്തത് എന്ന് ധിക്കാരപരമായി നിങ്ങൾ ഇതുവരെ ഭഗവാനോട് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലം നിങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭവിക്കാൻ പോവുകയാണ്. ഇവിടെ മഹാദേവനെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചിത്രം തിരഞ്ഞെടുത്ത ആൾ എന്ന നിലയ്ക്ക് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ കാലം അവസാനിച്ചു എന്നുള്ള ആ ഒരു സന്തോഷ വാർത്തയാണ് പറയാൻ കാരണം, വരും ദിവസങ്ങളിൽ നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള നിങ്ങളുടെ ആ ഒരു നൈസർഗികമായ കഴിവ് അത് നിങ്ങൾക്ക് സാധാരണയിൽ നിന്നും 10 മടങ്ങ് വർദ്ധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ തൊഴിൽ മേഖലയിലോ അല്ലെങ്കിൽ ബിസിനസ് മേഖലയിലോ വലിയ ലാഭമുണ്ടാക്കി തരുമെന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. അതുമാത്രവുമല്ല, ഈ സമയം നിങ്ങളെ തളർത്താൻ ശ്രമിച്ച ശത്രുക്കൾ തനിയെ പിന്മാറുന്ന കാഴ്ച നിങ്ങൾക്ക് കൺകുളിർക്കെ കാണാനുള്ള അവസരങ്ങളും നിങ്ങളുടെ മുൻപിൽ സംജാതമാകും. അതിനോടൊപ്പം വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങളോ നിങ്ങളുടെ മനസ്സിനെ ബാധിച്ച വിഷാദമോ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ അതിൽ നിന്നും അത്ഭുതകരമായ ഒരു മോചനം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കും. അതുമാത്രവുമല്ല, നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ മഹാദേവൻ്റെ വരം എന്തെന്നാൽ കൈലാസനാഥൻ നിങ്ങളുടെ കൂടെ സദാസമയവും ഒരു നിഴൽ പോലെ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇനി നിങ്ങൾക്ക് വരാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാൻ വിനാശകാരികളായിട്ടുള്ള സകല ശക്തികളെയും ഭസ്മമാക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ജീവിത അധ്യായം കുറിക്കുന്നതായിരിക്കും.
ഈ മാറ്റം നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അനുഭവിച്ചറിയാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഈ തൊടുകുറി ഫലമായിട്ട് ഇവിടെ പറയാനുള്ളത്. പൂജയിലേക്ക് ഉൾപ്പെടുത്തേണ്ട പേരും നിങ്ങളുടെ വീട്ടിലുള്ളവരുടെയും ജന്മനക്ഷത്രങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ തരിക. അത് നിത്യപൂജയിലും നവഗ്രഹ പൂജയിലും ഉൾപ്പെടുത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.